السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്നലെ നൂറ്റിയെട്ടാമത്തെ ആയത്താണ് വിശദീകരിച്ചിരുന്നത്. ഈ ആയത്ത് അതിലടങ്ങിയ പാരായണ വ്യാകരണ നിയമങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു. ഇന്ന് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ നേരിട്ട് പ്രവേശിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ അതേ പാത പിൻപറ്റുന്നതിൽ നിന്ന് താക്കീത് ചെയ്തുകൊണ്ട് അവർ അവരുടെ പ്രവാചകനെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, അവർ അവരുടെ പ്രവാചകനോട് ഏത് രൂപത്തിലാണ് പെരുമാറിയിരുന്നത്, അതേ രൂപത്തിൽ നിങ്ങളും പെരുമാറരുത്. മറിച്ച് ഈമാൻ നഷ്ടമാകുന്ന രൂപത്തിൽ കുഫറിലേക്ക് മടങ്ങിപ്പോകുന്ന വിധത്തിലേക്ക് നിങ്ങൾ ആയിത്തീരരുത് തുടങ്ങിയ ഉപദേശങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل. അതല്ല, മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ആർ അവിശ്വാസത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ അവൻ തീർച്ചയായും ശരിയായ മാർഗം പിഴച്ചുപോയി എന്നാണ്. എങ്ങനെയാണ് വിശ്വാസികൾ ഒരു പ്രവാചകനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രവാചകനോട് സംസാരിക്കേണ്ടത്, പ്രവാചകൻ കൊണ്ടുവരുന്ന കാര്യങ്ങളെ ഏത് രൂപത്തിലാണ് അതിനെ സമീപിക്കേണ്ടത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ആയത്തിന്റെ
വ്യാഖ്യാനത്തിൽ കാര്യമായും മുഫസ്സിറുകൾ എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ഒരു പ്രവാചകനോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചുകൂടാ. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുക, കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയത് ഒരു നല്ല പ്രവണതയല്ല എന്നതാണ് ആദ്യ കാലത്തെ മഹാന്മാരായ സഹാബത്തിന്റെ അതുപോലെ തന്നെ സലഫുസ് സ്വാലിഹുകളുടെയൊക്കെ രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ സൂചിപ്പിക്കുന്നത് നഹല്ലാഹു തആല അൽ മുഅ്മിനീന ഫി ഹാദിഹിൽ ആയത്തിൽ കരീമ عن كثرة سؤال النبي صلى الله عليه وسلم عن الأشياء قبل كونها كما قال تعالى يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم. അള്ളാഹു സത്യവിശ്വാസികൾക്ക് വിരോധിച്ചിരിക്കുന്നു ഈ ആയത്തിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. ഇതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷ്യാഅ ഇൻ തുബ്ദ ലക്കും തസ്ഉക്കും എന്ന ആയത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ വിശ്വാസികളെ ലാ തസ്അലു അൻ അഷ്യാഅ, നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചോദിക്കരുത്. ഇൻ തുബ്ദ ലക്കും തസ്ഉക്കും, അത് നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷകരമായി അത് ബാധിച്ചേക്കാം. വഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആൻ തുബ്ദ ലക്കും, എന്നാൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിലടങ്ങിയ കാര്യങ്ങൾ എന്താകുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടേക്കാം. അതായത് വഇൻ തസ്അലു അൻ തഫ്സീലിഹാ ബഅദ നുസൂലിഹാ, നിങ്ങൾ അതിന്റെ വിശദീകരണങ്ങളെക്കുറിച്ച് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിനു ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ടേക്കാം. വലാ തസ്അലു അനി ശൈഇ قبل كونه فلعله أن يحرم من أجل تلك المسألة. നിങ്ങൾ അതുണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചോദിക്കരുത്. കാരണം ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ ആ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നിരോധിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഹറാമാക്കിയേക്കാം. അതുകൊണ്ടാണ് സഹീഹായ ഒരു റിപ്പോർട്ടിൽ വലിഹാദ ജാഅ ഫി സ്വഹീഹി ഇന്ന അഅ്ളമൽ മുസ്ലിമീന ജറമൻ മൻ സഅല അൻ ഷൈഇൻ ലം യുഹറം ഫഹുർരിമ മിൻ അജലി മസ്അലതിഹി. മുസ്ലിങ്ങളിൽ വെച്ച് വമ്പിച്ച കുറ്റത്തിന് കാരണമാകുന്നത്
ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ ചോദിക്കുകയും ഹറാമാക്കപ്പെടാത്ത അല്ലെങ്കിൽ നിരോധിക്കപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും എന്നാൽ ആ ഒരൊറ്റ ചോദ്യം കാരണം അത് നിരോധിക്കപ്പെടുകയും ചെയ്യുന്നവനേക്കാൾ വലിയ കുറ്റം ചെയ്തവൻ ആരുണ്ട്? അല്ലെങ്കിൽ അത്രയധികം ആ പ്രവൃത്തിയുടെ ഗൗരവം സൂചിപ്പിക്കുകയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുൻഹി عن قيل وقال وإضاعة المال وكثرة السؤال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിക്കുമായിരുന്നു ഖീല വഖാല, കണ്ടതും കേട്ടതും എന്ന് നമ്മൾ സാധാരണ പറയുന്ന അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, ഇങ്ങനെ തുടങ്ങി പറയുന്ന സംസാരങ്ങൾ. വഇദാഅത്തുൽ മാലി, സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നത്. വകസ്റത്തു സുആലി, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനങ്ങളെ ആ വിഷയത്തിൽ താല്പര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ആണ് പൊതുവിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിത്തീരാറുള്ളത്. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു അമലിൽ നിന്ന് അത് ചെയ്യാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിലുള്ളത്, ദറൂനി മാ തറക്തുക്കും ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റതി സുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം ഫഇദാ അമർതുക്കും ബിഅംറിൻ ഫഅതു മിൻഹു മസ്തതഅതും വഇൻ നഹൈതുക്കും അൻ ഷൈഇൻ ഫജ്തനിബൂഹു. ഞാൻ നിങ്ങളെ എങ്ങനെയാണോ ഉപേക്ഷിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ നിലകൊള്ളുക. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് ഉള്ളവർ നശിച്ചു പോയത് ബികസ്റത്തി സുആലിഹിം, അവരുടെ ചോദ്യങ്ങളുടെ വർധനവ് കൊണ്ടായിരുന്നു, ആധിക്യം കൊണ്ടായിരുന്നു. വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അവരുടെ പ്രവാചകന്മാരോട് ഭിന്നിച്ചു നിൽക്കുക എന്നുള്ളത് കൊണ്ടുമായിരുന്നു. ഫഇദാ അമർത്തുക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ, ബിഅംറിൻ, ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളെ കൽപ്പിച്ചാൽ, ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ അതിൽ നിന്ന് അത് നിങ്ങൾ ചെയ്യുക. വഇൻ നഹൈതുക്കും, ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചാൽ, അൻ ഷൈഇൻ, ഒരു കാര്യത്തിൽ, ഫജ്തനിബൂഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. നേരത്തെ നമുക്ക് അറിയാവുന്ന സൂറത്തുൽ ബഖറയിൽ തന്നെ ബനു ഇസ്രായേൽ വിഭാഗത്തോട് പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നു. പക്ഷേ ഒരു പശുവിനെ അറുക്കുക എന്ന പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പിന്നെ ആ പശുവിനെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ ധാരാളമായി ചോദിക്കുകയും ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഒരു പശു പിന്നീട് കിട്ടാത്ത വിധത്തിലുള്ള വർണ്ണനകൾ വീണ്ടും അവരുടെ ചോദ്യങ്ങൾ വഴി അവർക്കുണ്ടായിത്തീരുകയും ചെയ്തു.
അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാടുള്ളതല്ല. എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളോട് എന്താണോ വിരോധിച്ചിട്ടുള്ളത് ആ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ വിട്ടുനിൽക്കുക. ഇതായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെയായിരിക്കണം എന്നതാണ്. ഇവിടെ അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ൽ. നിങ്ങൾ ചോദിക്കുവാൻ ഉദ്ദേശിക്കുകയാണോ നിങ്ങളുടെ ദൂതനോട് അല്ലെങ്കിൽ നിങ്ങളുടെ റസൂലിനോട് നിങ്ങൾ ചോദിക്കുവാൻ ഉദ്ദേശിക്കുകയാണോ? കമാ സുഇല മൂസ മിൻ ഖബ്ൽ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനോട് ചോദിക്കുകയാണോ? യഥാർത്ഥത്തിൽ അത് വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി, ആരെങ്കിലും യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി, ആര് അവിശ്വാസത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ ഫഖദ് ضل സവാഅ السبيل, അവൻ തീർച്ചയായും ശരിയായ മാർഗം പിഴച്ചു പോയിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി നൽകിയ വിശദീകരണം ഒന്ന് കേൾക്കുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേരെ ഇസ്രായേലിയർ തൊടുത്തുവിട്ടിരുന്ന ചോദ്യങ്ങളുടെ പല ഉദാഹരണങ്ങളും മുൻ വചനങ്ങളിൽ നാം കണ്ടുവല്ലോ. ചിലത് അധികപ്പെട്ടായിരുന്നെങ്കിൽ ചിലത് ധിക്കാരവും ഭോഷത്വവും മറ്റു ചിലത് പരിഹാസവുമായിരുന്നു. പശുവിനെ അറുക്കാൻ കൽപ്പിച്ചപ്പോഴുണ്ടായ ചോദ്യങ്ങളും അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടതും അവയിൽപ്പെട്ട ചിലതാണ്. അനാവശ്യമായ ചോദ്യങ്ങളും അന്വേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികളും നടത്തിയിരുന്നു. മുസ്ലിങ്ങളെ അതിനവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ യഹൂദികളുടെ നേരെയുള്ള പ്രതിഷേധത്തോടൊപ്പം സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മിതത്വവും മര്യാദയും പാലിക്കേണ്ടതുണ്ടെന്നതുകൂടി ഈ വചനം മുഖേന അള്ളാഹു മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യും. ചോദ്യത്തിൽ അതിരുകവിയൽ അവിശ്വാസത്തിലേക്ക് വഴിതെളിയിക്കുമെന്നും അത് ഗൗരവപൂർവ്വം സൂക്ഷിക്കേണ്ടതുണ്ടെന്നും താക്കീത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയങ്ങൾ ചോദിച്ചറിയുകയോ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തുകൂടാ എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ ജനത ചോദിച്ച മാതിരി ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കരുതെന്നാണ് അള്ളാഹു പറഞ്ഞത്. സൂറത്ത് മാഇദയിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസ്ഉക്കും, വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന പക്ഷം നിങ്ങൾക്ക് വെറുപ്പായി തീരുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവയെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്ന പക്ഷം അവ നിങ്ങൾക്ക് വെളിവാക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ള ചില ജനങ്ങൾ ചോദിക്കുകയുണ്ടായി. പിന്നീട് അവരതിൽ അവിശ്വാസികളായി തീരുകയാണ് ചെയ്തത്. സൂറത്ത് മാഇദയിലെ 104, 105 വചനങ്ങളാണ്.
മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, ആരോ പറഞ്ഞു എന്നിങ്ങനെ കണ്ടതും കേട്ടതും പറയുന്നതും ധനം പാഴാക്കി കളയുന്നതും അധികം ചോദ്യം ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടുമ്പോൾ ഇന്ന കാര്യം ഇന്ന പ്രകാരം വേണമെന്ന് കൽപ്പിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടേക്കുകയും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ നാശത്തിൽപ്പെട്ടത് അവർ ചോദ്യം അധികരിപ്പിക്കുകയും അവരുടെ നബിമാരോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത്ര ചെയ്തു കൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് വല്ലതിനെപ്പറ്റിയും നിരോധിച്ചാൽ നിങ്ങൾ അതിനെ വർജിക്കുകയും ചെയ്യുവിൻ. അനാവശ്യമോ അർത്ഥശൂന്യമോ ആയ ചോദ്യങ്ങൾ ചോദിക്കുക, ആവശ്യത്തിലധികം ചൊരിഞ്ഞന്വേഷണം നടത്തുക, അനുഷ്ഠാനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശമില്ലാത്ത വൃഥാ ചോദ്യം ചെയ്യുക എന്നിങ്ങനെയുള്ള ദുഷിച്ച സമ്പ്രദായങ്ങളാണ് വിരോധിക്കപ്പെട്ടുള്ളതെന്ന് ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. വിവരമില്ലാത്തത് ചോദിച്ചറിയണമെന്ന് ഖുർആനിലും ഹദീസിലും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചോദിച്ചറിയുകയും ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പരാമർശമുള്ളത്. മറിച്ച് അനാവശ്യമായി വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചു മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കുക, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് വേണ്ടി വെറുതെ ചോദിക്കുക, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനോ വേണ്ടിയല്ലാതെ ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയെ ആ ചോദ്യം കൊണ്ട് പ്രയാസപ്പെടുത്തുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുരുദ്ദേശപൂർണമായ ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതേസമയം വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്അലു, നിങ്ങൾ ചോദിക്കുക, അഹ്ല ദിക്രി വിവരമുള്ള ആളുകളോട്, ഇൻ കുൻതും ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ. അപ്പോ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ചറിയണം എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ ലാ തസ്അലു അൻ അശ്യാഅ, നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത് എന്ന് പറഞ്ഞത് അനാവശ്യ ചോദ്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ൽ എന്ന് പറഞ്ഞതും മൂസ മുമ്പ് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്. കാരണം എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ സ്വീകരിക്കുക, അത് നിങ്ങൾ അനുസരിക്കുക. അതിനെക്കുറിച്ച് അനാവശ്യമായ ചർച്ചകൾ നടത്തി അതിന്റെ യുക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ മറ്റു വിശദീകരണങ്ങളെക്കുറിച്ചോ അന്വേഷിക്കാതെ തന്നെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക. ഇതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന ശൈലി. പലപ്പോഴും നിരോധനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ മനുഷ്യന് സാമ്പത്തികമായ ചിലവുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അമലുകൾ, സക്കാത്ത് പോലെയുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലും അനാവശ്യങ്ങളായ ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഒരു ഹറാമിനെ എങ്ങനെയെങ്കിലും ഹലാലാക്കാൻ സാധിക്കുമോ എന്ന് ജനങ്ങൾ ചിന്തിക്കും. അതങ്ങനെയല്ലേ, കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ രീതി ഏതൊരു കാര്യമായിരുന്നാലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ യുക്തിബദ്ധതയെക്കുറിച്ച് അവർ ചോദിച്ചിരുന്നില്ല.
അതോടൊപ്പം എന്തുകൊണ്ടാണ് ഒരു കാര്യം നിരോധിക്കപ്പെടുന്നത് എന്ന ചോദ്യം അവർ ചോദിക്കുമായിരുന്നില്ല. വിശ്വാസകാര്യങ്ങളിലുള്ള വിശദീകരണങ്ങളാണ് വന്നതെങ്കിൽ അതിനെക്കുറിച്ച് അതെന്താണ് അങ്ങനെ, അല്ലെങ്കിൽ അത് യുക്തിപരമായി ശരിയാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അവർ ചോദിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവുകളെ സംബന്ധിച്ച്, ഉദാഹരണമായി അല്ലാഹു അർശിൽ ഉപവിഷ്ടനാണ്, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ തുടങ്ങിയ ആയത്തുകളെ സംബന്ധിച്ച് പറഞ്ഞത് വസ്സുആലു അൻഹു ബിദ്അത്തുൻ എന്ന് മുൻകാല സലഫുകൾ വിശദീകരിച്ചത്, ഇമാം മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് തന്നെ വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ചുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ബിദ്അത്താകുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ സഹാബത്താരും ചോദിക്കുമായിരുന്നില്ല. റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അല്ലാഹു അർശിൽ അല്ലെങ്കിൽ അലൽ അർശി ഇസ്തവ, അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അർശ് എങ്ങനെയാണ് ഇസ്തിവ, ഏത് രൂപത്തിലാണ്? അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ തുടങ്ങി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക അത് പാടുള്ളതല്ല. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ ബിദ്അത്താകുന്നു. കാരണം അത് മുൻകാലക്കാർ ചോദിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ പൊതുവിൽ ചോദ്യങ്ങൾ വലിയ പ്രസക്തിയാണ്. എവിടെയും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ടൊരു വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ എല്ലാ തലങ്ങളിലും പരിശോധിച്ച് കിട്ടാവുന്ന ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ചോദിച്ച് കൂടുതൽ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്ന രൂപത്തിലേക്ക് പലപ്പോഴും ആ ചോദ്യങ്ങൾ എത്തിപ്പോവാറുണ്ട്. അപ്പൊ അങ്ങനെയല്ല നമ്മുടെ സലഫുകളുടെ ശൈലി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ല, അതിൽ നിന്ന് നേർക്കുനേരെ നാം സ്വീകരിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ ഇഖ്ലാസ് ഉണ്ടാവുകയും ഇഖ്ലാസോടുകൂടി ആ അമല് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് അവരൊക്കെ സ്വീകരിച്ചിരുന്ന ശൈലി. അതിന് പകരമായി വെറും ചോദ്യങ്ങൾ ചോദിക്കലും സംശയങ്ങളുണ്ടാക്കലും മാത്രം ഒരു രീതിയായി നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇൽമിന്റെ വിഷയത്തിൽ ഇൽമ് എപ്പോഴും നാഫിആയ ഇൽമായിരിക്കണം. വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഇൽമാണെങ്കിൽ, അറിവാണെങ്കിൽ, ഖുർആനിന്റെ 2 ചട്ടക്കുള്ളിലുള്ള പേജ്, അതിന് എത്ര പേജ് നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രസ്സിൽ നിന്ന് അടിച്ച മുസാഫ് മറ്റൊരു പ്രസ്സിൽ നിന്ന് അടിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും, പേജിലൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പൊ അതിലെത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊരു യഥാർത്ഥമായ ഒരു വിജ്ഞാനമല്ല. പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പിറകെ പോവാറുണ്ട്. അപ്പോ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹാബത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമായിരുന്നില്ല. പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കൊടുത്താൽ അവർ അത് സ്വീകരിക്കും. അപ്പോൾ പിൽക്കാലക്കാരായ പല ആളുകളും അലിഫ് ലാം മീം എന്നുള്ളതിന് നൂതനമായ വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട്. അതങ്ങനെയായിരിക്കാം ഇങ്ങനെയായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണ് അലിഫ്, എന്താണ് ലാം, എന്താണ് മീം? അങ്ങനെ ഒരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല. കാരണം അവർക്ക് അതിന്റെ വിശദീകരണം കിട്ടിക്കൊണ്ടേയിരിക്കണം. പലരും ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ആ ഒരു ആയത്ത് കിട്ടിയാൽ അതിൽ നിന്ന് പരമാവധി എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം
പരമാവധി എത്ര ക്വിസുകൾ അതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അനാവശ്യമായ വിശദീകരണങ്ങൾ ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത മേഖലകളിലേക്ക് ഒരു വിഷയത്തിലും നമ്മൾ കടന്നു ചെല്ലാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്തുകൾ രണ്ട് വിധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുത്തശാബിഹായ ആയത്തുകൾ, മുഹ്കമായ ആയത്തുകൾ. ഫീഹി ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുത്തശാബിഹാത്ത്. ഖുർആനിൽ മുഹ്കമായ കാര്യങ്ങൾ വിവരിച്ചു തരുന്ന ആയത്തുകളുണ്ട്. അത് ആണ് ഹുന്ന ഉമ്മുൽ കിതാബ്. അതാണ് കിതാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വഉഖറു മുത്തശാബിഹാത്ത്, എന്നാൽ മറ്റുള്ളത് മുത്തശാബിഹായ ആയത്തുകളാകുന്നു. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه. ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ അത്തരത്തിലുള്ള മുത്തശാബിഹാത്തായ ആയത്തുകൾക്ക് പിറകെ പോകും. അതിന്റെ വ്യാഖ്യാനം ഉദ്ദേശിച്ചുകൊണ്ട്, അതോടൊപ്പം ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട്. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ തഅ്വീൽ, അതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആയത്തുകളുണ്ട് ഖുർആനിൽ. അതിന്റെ വ്യാഖ്യാനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുക. അതാരാ പറഞ്ഞത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും അനാവശ്യ ഗവേഷണങ്ങൾ നടത്തി സ്വന്തമായ നിഗമനത്തിലെത്തിച്ചേരുവാനോ സ്വന്തമായ വിശദീകരണങ്ങളിലേക്കോ പ്രവേശിക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. കാരണം ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമാണ്. അതുപോലെ തന്നെ ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന വഹയികളാകുന്നു. ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിങ്കൽ നിന്ന് വരുന്ന വിജ്ഞാനത്തെ സംബന്ധിച്ച് നമുക്ക് വിശദീകരണങ്ങൾ നൽകപ്പെടേണ്ടത് അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബത്തുമാകുന്നു. കാരണം ഖുർആനെ സംബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, താങ്കൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ലിതുബയ്യിന, താങ്കൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. മാനുസ്സില ഇലൈഹി, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്താകുന്നു എന്നുള്ള വിശദാംശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ട് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കാറായിരുന്നു പതിവ് എന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നാം കാര്യങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ആ അവതരിപ്പിക്കപ്പെട്ടതിന് പ്രാമാണികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. ആ വിശദീകരണങ്ങളെ എങ്ങനെയാണ് സ്വഹാബത്ത് ഉൾക്കൊണ്ടത് എന്നും അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നും സലഫു സ്വാലിഹികളായ മുൻകാല സച്ചരിതരായ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മഹാന്മാർ എങ്ങനെയാണ് ഓരോ ഇസ്ലാമിക വിജ്ഞാനത്തെക്കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും അത് അതുപോലെ തന്നെ നാം ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതാണ് വേണ്ടത്. അതല്ലാതെ ഇവിടെ ബനൂ ഇസ്രായേൽ വിഭാഗത്തിന് സംഭവിച്ചതുപോലെ, അഹ്ലു കിതാബിന് സംഭവിച്ചതുപോലെ ഇസ്ലാമികമായ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ മാറ്റിമറിച്ച് അതിനെ കൊട്ടിമാറ്റി അവരുടേതായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റിമറിക്കുന്ന സമ്പ്രദായങ്ങളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്ക്
ഒരുപക്ഷെ പലതും ചെയ്യാൻ സാധിക്കും, പലതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഓരോ വിജ്ഞാനത്തെക്കുറിച്ചും അള്ളാഹു നമ്മോട് ചോദിക്കും. ആ ചോദിക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായും നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളെ നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. കൂടുതൽ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നമുക്ക് ധാരാളം ദീനി വിജ്ഞാനങ്ങൾ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നിൽക്കുമാറാവട്ടെ. ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ നമ്മളിൽ സംഭവിക്കാതിരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.